ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് നോക്കുന്നത് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റാണ്. അതിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. പ്രൊജക്റ്റ് എന്താണ്, പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കാണുന്നത്. ഓക്കെ, സോ വി ക്യാൻ സി വാട്ട് ഇസ് പ്രൊജക്റ്റ്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രോജക്റ്റ് എന്താണെന്നാണ്. അപ്പോൾ പ്രോജക്റ്റ് എന്ന് പറയുമ്പം അതെന്താണ്, ഒരു സീരീസ് ഓഫ് ടാസ്കുകളാണ് ദാറ്റ് നീഡ് ടു ബി ക്യാരിഡ് ഔട്ട് ഇൻ ഓർഡർ ടു റീച്ച് എ സ്പെസിഫിക് ഗോൾ. നമുക്കൊരു സ്പെസിഫിക് ഗോൾ ഉണ്ട്, അത് പ്രീ ഫിക്സ്ഡ് ആണ്. ആ സ്പെസിഫിക് ഗോൾ എത്താൻ വേണ്ടി നമ്മൾ ക്യാരി ഔട്ട് ചെയ്യേണ്ട ഒരു സീരീസ് ഓഫ് ടാസ്കുകളെ നമുക്ക് എന്തുമായിട്ട് പറയാം, പ്രോജക്റ്റ് എന്ന് പറയാം. അത് പെർമനൻ്റ് അല്ല, ആ ഒരു ടാസ്ക് കഴിയുന്നതോടുകൂടി നമ്മൾ സ്പെസിഫിക് ആയിട്ടൊരു ഗോൾ അച്ചീവ് ചെയ്യുന്നതോടുകൂടി ഈ പ്രോജക്റ്റ് കഴിയുന്നു. സോ യു ക്യാൻ സീ ഇറ്റ്സ് എ ടെമ്പററി എൻഡവർ. ഒരു സ്റ്റാർട്ടിംഗ് ഉണ്ട്, ഒരു എൻഡിങ് ഉണ്ട്, അതേപോലെ ഒരു ഡെഡ് ലൈൻ ഉണ്ട്. അതിൻ്റെ ഒരു പീരീഡും ഫിക്സ്ഡ് ആണ്. കുറേ ടാസ്കുകൾ കൂടിയതാണ് ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബ്രോഡ് സെൻസിൽ പറയുകയാണെങ്കിൽ പ്രൊജക്റ്റ് ഇസ് ഡിഫൈൻ ആസ് സ്പെസിഫിക് ഫൈനൈറ്റ് ആക്ടിവിറ്റി ദാറ്റ് പ്രൊഡ്യൂസസ് ആൻ ഒബ്സർവബിൾ ആൻഡ് മെഷറബിൾ റിസൾട്ട് അണ്ടർ സർട്ടൻ പ്രീസെറ്റ് റിക്വയർമെൻറ്റ്സ്. ഇതാണ്. അപ്പം നമുക്കവിടെ ഫൈനൈറ്റ് ആണ്, നമുക്ക് എൻഡിങ് പറയാൻ പറ്റും, അത് ഒബ്സർവബിൾ ആണ്, മെഷറബിൾ ആണ്. ദെൻ നമുക്ക് പ്രോജക്റ്റിൻ്റെ ഡെഫിനിഷൻസ് നോക്കാം. അപ്പം കുറേ ഡെഫിനേഷൻസ് പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതിൽ നമ്മൾ നോക്കുന്നത് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന ഡെഫിനിഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ അക്കോർഡിംഗ് ടു പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ദ ടേം പ്രോജക്റ്റ് റെഫേഴ്സ് ടു എനി ടെമ്പററി എൻഡവർ വിത്ത് എ ഡെഫിനിറ്റ് ബിഗിനിങ് ആൻഡ് എൻഡ്. അപ്പോൾ അവിടെ ആ ഒരു ഡെഫിനിഷനിൽ തന്നെ പറഞ്ഞേക്കുവാണ്, ഇറ്റ്സ് എ ടെമ്പററി എൻഡവർ എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് അല്ല, ആ ഒരു കാര്യം കഴിയുന്നോടം വരെയാണ് ആ ഒരു പ്രൊജക്റ്റിന് നിലനിൽപ്പുള്ളൂ. ടെമ്പററി എൻഡവർ ആണ്. അതോടൊപ്പം തന്നെ ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ബിഗിനിങ് ആൻഡ് എൻഡ്, തുടക്കവും അവസാനവും ഉണ്ട്. ആൻഡ് ഓൾസോ അതിൻ്റെ പീരീഡും കൂടെ ഫിക്സഡ് ആണ്. ഓക്കെ, ദെൻ വി കൻ സി വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊജക്റ്റ്. പ്രൊജക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഒരു ക്ലിയർ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഡേറ്റ് ഉണ്ടാകും, ക്ലിയർ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് ഉണ്ടാകും. ദെൻ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകും, റിസോഴ്സുകൾ അവൈലബിൾ ആയിരിക്കണം. നമ്മൾ ആ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു റിസോഴ്സസ് അവൈലബിൾ ആണോ എന്നൊക്കെ നമ്മൾ നോക്കും. ദെൻ യുണീക്ക് ഡെലിവറബിൾ, ഇപ്പം നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റണം. ദെൻ ലൈഫ് സൈക്കിൾ ഉണ്ട്, ആ ഒരു പ്രോജക്റ്റിന് ലൈഫ് സൈക്കിൾ ഉണ്ട്, ദാറ്റ് ഈസ് പീരീഡ് ഫിക്സ്ഡ് ആണ്. സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ ഇറ്റ് ഹാവ് എ ഫിക്സ്ഡ് പീരീഡ്, ടൈം പീരീഡ് ഫിക്സ്ഡ് ആണ്. ദെൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. ആ ഒരു പ്രോജക്റ്റിന് നമുക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. ദെൻ ടീം സ്പിരിറ്റ്. ഇപ്പോൾ ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അത് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതായിരിക്കണമെന്ന് നിർബന്ധമില്ല. സിംഗിൾ പ്രൊജക്റ്റുകൾ ഉണ്ടെങ്കിൽ പോലും മെയിൻലി ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ് പ്രൊജക്റ്റിൽ വരുന്നത്. ദെൻ പ്രോഗ്രസീവ് ഇലാബറേഷൻ, പ്രോഗ്രസീവ് ആയിട്ടാണ് ഈ ഒരു ടാസ്കുകളെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ദെൻ അടുത്തത് നമ്മൾക്ക് ഇത് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ക്ലിയർ സ്റ്റാർട്ട് ആൻഡ് എൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഒരു പ്രോജക്റ്റ് ലാസ്റ്റ് സെവറൽ ഇയേഴ്സ് ബട്ട് എ പ്രോജക്റ്റ് കനോട്ട് ഗോ ഓൺ ഫോർ എവർ. ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം പ്രൊജക്റ്റുകളാകാം, ലോങ് ടേം പ്രൊജക്റ്റുകളാകാം, അത് കുറേ കാലം ലാസ്റ്റ് ചെയ്യുന്നതാകാം, പെട്ടെന്ന് തീർന്നു പോകുന്നതാകാം. പക്ഷേ അത് ഒരു കാര്യം തുടങ്ങിയ കഴിഞ്ഞാൽ അത് എൻഡ് ചെയ്യാതെ ഇൻഫിനിറ്റ് ആയിട്ട് അങ്ങനെ പോകില്ല. അതാണ് ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇറ്റ് നീഡ്സ് ടു ഹാവ് എ ക്ലിയർ ബിഗിനിങ് ആൻഡ് എ ഡെഫിനിറ്റ് എൻഡിങ് ആൻഡ് ആൻ ഓവർവ്യൂ ഓഫ് വാട്ട് ഹാപ്പൻസ് ഇൻ ബിറ്റ്വീൻ. അതിൻ്റെ ഇടയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു ഓവർവ്യൂ കൂടെ ഇവിടെ കിട്ടുന്നുണ്ട്. ദെൻ ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പം എവറി പ്രോജക്റ്റ്, എല്ലാ പ്രൊജക്റ്റും സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ എന്താണ്, ഒരു കാരണം ഉണ്ടാകുമ്പോഴാണ് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അവിടെ ഒരു എന്താണ് ഒബ്ജക്റ്റീവ് ഓർ ഗോൾ, ടൈം, ബഡ്ജറ്റ്, ക്വാളിറ്റി, ക്വാണ്ടിറ്റി. വെൻ ഒബ്ജക്റ്റീവ്സ് ആർ ഫുൾഫിൽ പ്രോജക്റ്റ് കോസ് എക്സിസ്റ്റിംഗ്. ഒരു പ്രോജക്റ്റിന് നിലനിൽപ്പ് ഉണ്ടാകുന്നത് എപ്പോഴാണ്, അതിൻ്റെ ആവശ്യകത സാറ്റിസ്ഫൈ ചെയ്യപ്പെടുമ്പോഴാണ്, ഒബ്ജക്റ്റിവിറ്റി ഉണ്ടാകുമ്പോഴാണ് എന്ത്, ഒരു പ്രോജക്റ്റ് അവിടെ വരുന്നത്. ദെൻ റിസോഴ്സസ്. Project is provided with a limited amount of resources in terms of capital and manpower. ഇപ്പോൾ റിസോഴ്സസ് എന്ന് പറയുന്നത് അവിടെ ഉണ്ട്. റിസോഴ്സസ് ലിമിറ്റഡ് ആയിരിക്കാം, ലിമിറ്റഡ് എമൗണ്ട് ഓഫ് റിസോഴ്സസ് അവിടെ അവൈലബിൾ ആണ്. ദെൻ it is the duty of project manager to ensure that all resources are efficiently utilized so that they can easily fulfill the requirement of the project. അപ്പം പ്രൊജക്റ്റ് മാനേജറുടെ ഡ്യൂട്ടിയാണ് ടു എൻഷുവർ ദാറ്റ് ഓൾ ദ റിസോഴ്സസ് ആർ എഫിഷ്യൻ്റ്ലി യൂട്ടിലൈസ്ഡ്. ഇപ്പോൾ റിസോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്, പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള റിസോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്, അത് എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് പ്രൊജക്റ്റ് മാനേജറുടെ ഒരു ഉത്തരവാദിത്തമാണ്. ദെൻ ലൈഫ് സൈക്കിൾ. ഇപ്പോൾ ഓരോ പ്രൊജക്റ്റിനും ലൈഫ് സൈക്കിൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് സ്റ്റാർട്ട്, ഗ്രോത്ത്, മെച്യൂരിറ്റി ആൻഡ് നമ്മൾ പ്രോഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിളൊക്കെ പറയുന്ന പോലെ തന്നെ പ്രോജക്റ്റിനും ലൈഫ് സൈക്കിളുണ്ട്.
ദെൻ അത് ഒരു എല്ലാ സ്റ്റേജിൽ കൂടെയും എല്ലാ പ്രൊജക്റ്റുകളും പാസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഈ ഒരു ഇത്രയും സ്റ്റേജസ് ഒരു പ്രൊജക്റ്റിനോട് പാസ് ചെയ്യാൻ വേണ്ടി ഇത്രയും സ്റ്റേജസ് അവൈലബിൾ ആണ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പം ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇൻഎവിറ്റബിൾ പാർട്ട് ഓഫ് എവറി പ്രോജക്റ്റ്. ക്യാഷ് ഇല്ലാതെ നമുക്കൊരു പ്രോജക്റ്റും ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റില്ല. വിത്തൗട്ട് ക്യാപിറ്റൽ നോ പ്രോജക്റ്റ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ്. സോ ഈ ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ക്യാപിറ്റൽ ഇസ് നീഡഡ് അറ്റ് ഓൾ സ്റ്റേജസ് ഓഫ് പ്രോജക്റ്റ്. ദെൻ ടീം സ്പിരിറ്റ്. ഈ ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന ആളുകൾക്കുള്ളിലൊരു ടീം സ്പിരിറ്റ് ഉണ്ടാകണം. ടീം സ്പിരിറ്റ് ഇസ് റിക്വയർഡ് ടു ഗെറ്റ് ദ പ്രോജക്റ്റ് കംപ്ലീറ്റഡ് ബിക്കോസ് ദ പ്രോജക്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ഡിഫറെൻറ്റ് മെമ്പേഴ്സ് ഹാവിങ് ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫ്രം വേരിയസ് ഡിസിപ്ലിൻ. അപ്പോൾ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാകുക എന്ന് പറയുമ്പം ആ ഒരു ടീമിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആളുകൾ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഒരു കോമൺ ഒബ്ജക്റ്റീവ് ഉണ്ടാകണം, ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു കോമൺ ഒബ്ജക്റ്റീവ് അവരുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഫുൾഫിൽമെൻറ്റിലേക്ക് അത് എത്തത്തുള്ളൂ. ദെൻ അടുത്തത് പ്രോഗ്രസീവ് ഇലാബറേഷനാണ്. അപ്പം ആസ് ദ പ്രോജക്റ്റ് വർക്ക് പ്രോഗ്രസസ്, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഇസ് അവൈലബിൾ ഓൺ കണ്ടിന്യൂസ് ബേസിസ് ദാറ്റ് ലീഡ്സ് ടു മോർ കോംപ്രിഹെൻസീവ് പ്ലാൻസ്. ഇപ്പോൾ പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് ആദ്യമേ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്തതിനു ശേഷമാണ് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ ഓരോ വർക്കുകൾ കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക എന്തൊക്കെ മാറ്റങ്ങളാണ് ഓരോ സ്റ്റേജിലും വരുത്തേണ്ടത് എന്ന് നമുക്ക് അന്നേരമാണ് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പം അങ്ങനത്തെ ആ ഐഡൻറ്റിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഓരോ സ്റ്റേജിലും വേണ്ട മാറ്റങ്ങൾ വരുത്തുകയാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രോഗ്രസീവ് ഇലാബറേഷൻ അല്ലെങ്കിൽ പ്രോഗ്രസീവ് ഇവാലുവേഷൻ എന്ന് പറയും. ഓരോ സ്റ്റേജിലും ആവശ്യമായിട്ടുള്ള ഇവാലുവേഷൻ നടത്തിയതിന് ശേഷം അതിനെ നമ്മൾ പ്രോഗ്രസീവ് ആയിട്ടുള്ള മെഷേഴ്സ് എടുത്തിട്ട് നെസസറി ചേഞ്ചസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പ്രോഗ്രസീവ് ഇലാബറേഷൻ. Then unique deliverable. Any project aims to produce some deliverable which can be product, service or some other result. അപ്പം ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് അത് എന്തെങ്കിലും മാനുഫാക്ചറിങ് ആകാം, പ്രൊഡക്ഷൻ ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് റെൻഡറിങ് ആകാം. അപ്പം ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്കുണ്ട്. അപ്പോൾ അത് ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്മൾ ആദ്യമേ ചെയ്തിട്ടുണ്ടാകണം. എന്താണ് നമ്മൾ ഡെലിവറി ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാകണം. ദെൻ അതൊക്കെയാണ് നമ്മുടെ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കാം. സോ ദെയർ ആർ 7 ക്ലാസിഫിക്കേഷൻ ഫോർ പ്രോജക്റ്റ്. അപ്പോൾ അത് ക്വാണ്ടിഫയബിൾ ആൻഡ് നോൺ ക്വാണ്ടിഫയബിൾ, സെക്ടറൽ പ്രോജക്റ്റ്, ടെക്നോ എക്കണോമിക്കൽ പ്രോജക്റ്റ്, അക്കോർഡിംഗ് ടു സോഴ്സ് ഓഫ് ക്യാപിറ്റൽ, അക്കോർഡിംഗ് ടു പ്രോജക്റ്റ് കണ്ടന്റ്, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ റിസ്ക്, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഡ്യൂറേഷൻ. ഇതിൻ്റെയൊക്കെ ബേസിസിലാണ് നമ്മൾ പ്രോജക്റ്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് ക്വാണ്ടിഫയബിൾ ആൻഡ് നോൺ ക്വാണ്ടിഫയബിൾ. അത് നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കും എങ്ങനെയാണ് ക്വാണ്ടിഫയബിളിനെയും നോൺ ക്വാണ്ടിഫയബിളിനെയും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന്. അപ്പോൾ ക്വാണ്ടിഫയബിൾ പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തിൻ്റെ ബേസിസിലാണ് പറയുന്നത്, വെദർ ഇറ്റ് ക്യാൻ ബി മെഷേർഡ് ഓർ നോട്ട്. അതിൻ്റെ ഔട്ട്കംസ് ആൻഡ് ബെനിഫിറ്റ്സ് മെഷർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വി ക്യാൻ സേ ഇറ്റ്സ് ക്വാണ്ടിഫയബിൾ. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, മിനറൽ ഡെവലപ്മെൻറ്റ്, പവർ ജനറേഷൻസ്. കാരണം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം എഫിഷ്യൻ്റ് ആണ് എന്നുള്ള കാര്യം നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളതിനെ ക്വാണ്ടിഫയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതേസമയം നോൺ ക്വാണ്ടിഫയബിൾ ആണെങ്കിലോ എൻഡ് റിസൾട്ട് കനോട്ട് ബി കാൽക്കുലേറ്റഡ് പ്രോപ്പർലി ഓർ മെഷേർഡ് പ്രോപ്പർലി. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ആണെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സർവീസാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ എഡ്യൂക്കേഷൻ കൊടുത്ത് നമുക്ക് സർവീസ് കൊടുക്കുന്നു, അത് എത്രത്തോളം അവർക്ക് കിട്ടി എന്നുള്ളത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. എക്സാമിനേഷൻ എന്ന് പറയുന്ന ആ ഒരു അത് ചെയ്താൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എങ്കിൽ പോലും അത് എത്രത്തോളം കിട്ടി എന്നുള്ളതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ അതാണ് നോൺ ക്വാണ്ടിഫയബിൾ എന്ന് പറയുന്നത്. ഹെൽത്ത്, ഡിഫൻസ്, അങ്ങനത്തെ സർവീസ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഇവാലുവേഷൻ പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവിടെയാണ് നോൺ ക്വാണ്ടിഫയബിൾ വരുന്നത്. ദെൻ അടുത്തത് സെക്ടറൽ പ്രോജക്റ്റ്. ഇപ്പോൾ സെക്ടറൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാനിങ് കമ്മിറ്റി ഡിഫറെൻറ്റ് സെക്ടേഴ്സായിട്ട് നമ്മുടെ എക്കണോമീനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ആ ഒരു സെക്ടറിൻ്റെ ബേസിസിൽ വരുന്ന പ്രൊജക്റ്റുകളെയാണ് നമ്മൾ സെക്ടറൽ പ്രൊജക്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ എക്കണോമീനെ തന്നെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അഗ്രികൾച്ചർ സെക്ടർ, ഇറിഗേഷൻ ആൻഡ് പവർ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ സർവീസ്, ഇൻഡസ്ട്രി ആൻഡ് മൈനിങ്, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സെക്ടറുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമ്മൾ പ്രോജക്റ്റുകളെ ഇവാലുവേറ്റ് ചെയ്യുക, പ്രൊജക്റ്റിനെ അലോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് സെക്ടറൽ പ്രൊജക്റ്റ് എന്ന് പറയുന്നു.
ദെൻ ടെക്നോ എക്കണോമിക് പ്രൊജക്റ്റ്. ഇപ്പോൾ ടെക്നോ എക്കണോമിക് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് അതിൽ 3 ക്ലാസിഫിക്കേഷൻ അഗെയിൻ വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ഫാക്ടർ ഇൻറ്റൻസിറ്റി ഓറിയൻറ്റഡ് ക്ലാസിഫിക്കേഷൻ. ടെക്നോ എക്കണോമിക് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ഇസ് ഫാക്ടർ ഇൻറ്റൻസിറ്റി ഓറിയൻറ്റഡ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അവിടെ എന്താണ്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഓർ ലേബർ ഇൻറ്റൻസീവ് ഏത് വേണേലും നമുക്ക് ചൂസ് ചെയ്യാം. ഒന്നെങ്കിൽ നമ്മുടെ അത് ഫാക്ടറിയാണ് ഉദ്ദേശിക്കുന്നത്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആകാം, അല്ലെങ്കിൽ ലേബർ ഇൻറ്റൻസീവ്. കോസേഷൻ ഓറിയൻറ്റഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഡിമാൻഡ് ബേസ്ഡ് ഓർ റോ മെറ്റീരിയൽ ബേസ്ഡ് ആയിരിക്കും. അവിടെ ക്യാപിറ്റലിനും ലേബറിനും അല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നമ്മൾ ഡിമാൻഡിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഹൈ ഡിമാൻഡ് ഉള്ള സമയത്ത് ഹൈ പ്രൊഡക്ഷൻ നടക്കും. ലോ ഡിമാൻഡ് ആണെങ്കിൽ മാനുഫാക്ചറിങ് കുറവായിരിക്കും യൂണിറ്റ്സ് മാനുഫാക്ചർ ചെയ്യുക. ഞാൻ അതേപോലെ തന്നെ റോ മെറ്റീരിയൽ സഫീഷ്യൻ്റ് ആയിട്ട് അവൈലബിൾ ആണെങ്കിൽ മാനുഫാക്ചറിങ് ലെവൽ ഇൻക്രീസ് ചെയ്യും. നേരെ മറിച്ച് റോ മെറ്റീരിയൽസ് ഡെഫിഷ്യൻസി ആണെങ്കിൽ അവിടെ മാനുഫാക്ചറിങ് എഫിഷ്യൻസി എന്ന് പറയുന്നത് കുറവായിരിക്കും. ദെൻ തേർഡ് കാറ്റഗറി മാഗ്നിറ്റ്യൂഡ് ഓറിയൻറ്റഡ് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ എത്രയാണ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആണോ സ്മോൾ സ്കെയിൽ ആണോ മീഡിയം ആണോ അതിൻ്റെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ദെൻ അടുത്തത് നമ്മൾ അക്കോർഡിംഗ് ടു സോഴ്സ് ഓഫ് ക്യാപിറ്റലിൻ്റെ ബേസിസിൽ എങ്ങനെ നമുക്ക് ഈ ഒരു പ്രോജക്റ്റിനെ എങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ക്യാപിറ്റലിൻ്റെ ബേസിസിൽ. അപ്പോൾ അതും നമ്മൾ 3 ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യുകയാണ്. ക്യാപിറ്റലിൻ്റെ ബേസിസിൽ സോഴ്സ് ഓഫ് ക്യാപിറ്റൽ പബ്ലിക്, പ്രൈവറ്റ് ആൻഡ് മിക്സഡ്. പബ്ലിക് എന്ന് പറയുമ്പോൾ ഫിനാൻസിങ് കം ഫ്രം ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ സോഴ്സ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബേസിസിൽ നമ്മളെങ്ങനെ ഈ ഒരു ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നു, പ്രോജക്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നു എന്നാണ്. ഇൻകമിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്. സോ ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3, ദാറ്റ് ഇസ് പബ്ലിക്, പ്രൈവറ്റ് ആൻഡ് മിക്സഡ്. ആൻഡ് പബ്ലിക് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ means the whole finance is given by the government institutions. Government ആണ് ഫണ്ടിങ് മൊത്തം തരുന്നത്. Then private ആണെങ്കിലോ ഫിനാൻസ് കം ഫ്രം പ്രൈവറ്റ് പാർട്ടീസ്, ബിസിനസ്മെൻ, പ്രൈവറ്റ് ഇൻസെൻറ്റീവ്സ് ഒക്കെ ആയിരിക്കും അതിൻ്റെ ഫിനാൻസിങ് നടക്കുക, ഫണ്ടിങ് തരിക. ദെൻ മിക്സഡ് ആണെങ്കിലോ ഇറ്റ് വിൽ ബി എ കോമ്പിനേഷൻ ഓഫ് ദിസ് ബോത്ത്, ദാറ്റ് ഈസ് ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ്. Then according to project content, projectന്റെ കണ്ടന്റിന്റെ ബേസിസിൽ we can classify the project into 4 groups, and that is കൺസ്ട്രക്ഷൻ, IT, ബിസിനസ് ആൻഡ് സർവീസ്. ഇപ്പോൾ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, പ്രോജക്റ്റ് ദാറ്റ് ഹാവ് എനിത്തിങ് ടു ഡു വിത്ത് കൺസ്ട്രക്ഷൻ ഓഫ് സിവിൽ ഓർ ആർക്കിടെക്ചറൽ വർക്ക്. ഇപ്പോൾ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്ന പ്രോജക്റ്റുകളെ നമ്മൾ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റുകൾ എന്ന് പറയും. എന്തിൻ്റെയും ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ ബ്രിഡ്ജ് എന്തിൻ്റെയും കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് കൺസ്ട്രക്ഷൻ. ദെൻ IT എന്ന് പറയുന്നത് എന്താണ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആണ്. ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതിനെയാണ് IT എന്ന് പറയുന്നത്. ദെൻ ബിസിനസ് ആണെങ്കിൽ എന്താണ്, സെയിൽ ഓഫ് സംതിങ്, ഗുഡ്സിൻ്റെ സെയിലാണ് അവിടെ ബിസിനസ്സിൽ വരിക. പ്രോജക്ട്സ് ദാറ്റ് ഇൻവോൾവ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ ബിസിനസ്, മാനേജ്മെൻറ്റ് ഓഫ് വർക്ക്, ടീം, കോസ്റ്റ് മാനേജ്മെൻറ്റ് എക്സെട്ര. ദെൻ സർവീസ് എന്ന് പറഞ്ഞാൽ എന്തേലും സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാം. പ്രോജക്റ്റ് ദാറ്റ് ഇൻവോൾവ്സ് ദംസെൽസ് വിത്ത് ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ഓർ സർവീസസ്. സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് 4th കാറ്റഗറി, ദാറ്റ് ഇസ് സർവീസ് എന്ന് പറയുന്നത്. ദെൻ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ റിസ്കിൻ്റെ ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ഗ്രീൻ ഫീൽഡ് പ്രോജക്റ്റ്, ബ്രൗൺ ഫീൽഡ് പ്രോജക്റ്റ്, ഫോർവേഡ് ഇൻ്റഗ്രേഷൻ പ്രോജക്റ്റ്, ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ പ്രോജക്റ്റ് എന്നിങ്ങനെ 4 ആയിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. അപ്പോൾ അതിൽ we can see greenfield project in detail. അപ്പോൾ ഗ്രീൻഫീൽഡ് പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്രൊജക്റ്റാണ്. എന്തെങ്കിലും പുതിയതായിട്ടുള്ള ഒരു വെഞ്ചർ അല്ലെങ്കിൽ ഒരു ന്യൂ ഐഡിയ ഒരു ഫ്രഷ് ഓൺട്രപ്രണർ ചെയ്യുമ്പോഴാണ് അതിനെ ഗ്രീൻഫീൽഡ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജ്, ബിഗിനിങ് സ്റ്റേജിലുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു വെഞ്ചർ ആയിരിക്കും ഗ്രീൻഫീൽഡ് പ്രൊജക്റ്റുകളിൽ വരിക. അപ്പോൾ അതിനാണ് കൂടുതൽ അഡീഷണൽ സപ്പോർട്ട് ആൻഡ് കെയർ ഇൻസെൻറ്റീവ്സ് ഒക്കെ ആവശ്യമായിട്ട് വരുന്നത്. കാരണം അത് ഗ്രാസ് റൂട്ട് ലെവലിലാണ്. അതിന് ഇനി നമ്മൾ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്, പ്രൊജക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞ് പഠിക്കും. അതിലൊരു 4 സ്റ്റേജസ് ആണ് പ്രൊജക്റ്റ് ലൈഫ് സൈക്കിളിൽ വരുന്നത്. അപ്പോൾ അത് ഇനീഷ്യൽ സ്റ്റേജിൽ വരുന്ന പ്രൊജക്റ്റുകളാണ് ഗ്രീൻഫീൽഡ് പ്രൊജക്റ്റുകൾ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് കാറ്റഗറി ഈസ് ബ്രൗൺ ഫീൽഡ് പ്രോജക്റ്റ്. ബ്രൗൺ ഫീൽഡ് പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അതിലൊരു എക്സിസ്റ്റിംഗ് പ്രൊമോട്ടർ കമ്പനി ആയിരിക്കും ഈ ഒരു പ്രോജക്റ്റിനെ കൊണ്ടുവന്നിട്ടുണ്ടാവുക. അപ്പം അതിവിടെ അഡീഷൻ ആയിരിക്കാം, മോഡിഫിക്കേഷൻ ആയിരിക്കാം, പ്രോഡക്റ്റ് ലൈൻ എക്സ്പാൻഷനോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം ഈ ഒരു ബ്രൗൺ ഫീൽഡ് പ്രോജക്റ്റിൽ വരിക. സോ അത് ഇനീഷ്യൽ സ്റ്റേജിലല്ല, ഒരു സെക്കൻഡ് സ്റ്റേജിലൊക്കെ ഉള്ള ഒരു രീതിയിലുള്ള പ്രൊജക്റ്റുകളാണ് ബ്രൗൺ ഫീൽഡിൽ വരിക. ദെൻ ഫോർവേഡ് ഇൻ്റഗ്രേഷൻ ആൻഡ് ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഫോർവേഡ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ദ പ്രോഡക്റ്റ് ഓർ എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രി ബിക്കംസ് റോ മെറ്റീരിയൽസ് ഫോർ ദ
പ്രപ്പോസ്ഡ് പ്രോജക്റ്റ്. അപ്പം ഒരു എക്സിസ്റ്റിംഗ് കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ അത് മറ്റൊരു കമ്പനിയുടെ റോ മെറ്റീരിയൽ ആയിട്ട് മാറുന്നതാണ് ഫോർവേഡ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പം മാംഗോ പൾപ്പ് മേക്കിംഗ് ഇൻഡസ്ട്രി മൂവ്സ് ടു സോഫ്റ്റ് ഡ്രിങ്ക് മാനുഫാക്ചറിങ്. അപ്പം സോഫ്റ്റ് ഡ്രിങ്ക് മാംഗോയിൻ്റെ സോഫ്റ്റ് ഡ്രിങ്ക് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായിട്ട് മാറുവാണെങ്കിൽ അപ്പോൾ അതെന്താണ്, ഇവിടെ ഇനീഷ്യൽ അവരുടെ ഫൈനൽ പ്രൊഡക്റ്റ് ആയിരുന്നു ആദ്യം മാംഗോ പൾപ്പ് എന്ന് പറയുന്നത് ഫൈനൽ പ്രൊഡക്റ്റ് ആയിരുന്നു. അതിൽ നിന്ന് അവരെന്തായി മാറി, അവരുടെ മാംഗോ പൾപ്പ് അവരുടെ ഫൈനൽ പ്രൊഡക്റ്റ് മറ്റ് കമ്പനിയുടെ റോ മെറ്റീരിയലായി മാറുകയാണ്. അതിനാണ് ഫോർവേഡ് ഇൻ്റഗ്രേഷൻ, മുൻപോട്ടാണ് അതിൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത്. ഇവിടെ ഒരു കമ്പനിയുടെ ഫൈനൽ പ്രൊഡക്റ്റ് മറ്റൊരു കമ്പനിയുടെ റോ മെറ്റീരിയൽ ആയിട്ട് മാറുകയാണ്. ദാറ്റ് ഈസ് ഫോർവേഡ് ഇൻ്റഗ്രേഷൻ. ദെൻ ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാലോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. റോ മെറ്റീരിയൽ നീഡഡ് ഫോർ ദ എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രി ഈസ് പ്രപ്പോസ് ടു ബി മാനുഫാക്ചർഡ് ബൈ എ ന്യൂ പ്രോജക്റ്റ്. അപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് കമ്പനിക്ക് വേണ്ട റോ മെറ്റീരിയൽസിന് വേറൊരു കമ്പനി പുതിയൊരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ എന്ന് പറയും. അപ്പോൾ മാംഗോ പൾപ്പ് മേക്കിംഗ് ഇൻഡസ്ട്രി എസ്റ്റാബ്ലിഷിംഗ് ഇറ്റ്സ് ഓൺ ഓർക്കിഡ് ഫോർ റോ മെറ്റീരിയൽ. അപ്പോൾ മാംഗോ പൾപ്പ് വേണം. മാംഗോ പൾപ്പ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഫൈനൽ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ആ ഫൈനൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു മാംഗോ പൾപ്പ് കമ്പനി തന്നെ ഒരു ഓർക്കിഡ് പ്ലാൻ ചെയ്യുവാണെങ്കിൽ അതെന്താണ്, ആ ഒരു മാംഗോ പൾപ്പിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ അവർ തന്നെ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് മൂവ്മെൻറ്റ് ഈസ് ബാക്ക്വേർഡ്. അപ്പോൾ ബാക്ക്വേർഡ് ആയിട്ടാണ് ഇവർ റോ മെറ്റീരിയൽ കളക്ഷനിലേക്കാണ് പോകുന്നതെങ്കിൽ അതിനെ ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ എന്നും, റോ മെറ്റീരിയലിൽ നിന്ന് നമ്മൾ മുൻപോട്ടാണ് പോകുന്നതെങ്കിൽ വാല്യൂ അഡീഷൻ ആണ് പ്രൊഡക്റ്റിൽ നടത്തുന്നതെങ്കിൽ അതിനെ ഫോർവേഡ് ഇൻ്റഗ്രേഷൻ എന്നുമാണ് പറയുന്നത്. സോ ദീസ് ആർ ദ 4 കാറ്റഗറി, ദാറ്റ് ഈസ് 4 ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോജക്റ്റ് ബേസ്ഡ് ഓൺ ദ റിസ്ക്. ദെൻ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഡ്യൂറേഷൻ. ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ ലോങ് ടേം, മിഡ് ടേം ആൻഡ് ഷോർട്ട് ടേം. ഇപ്പോൾ ലോങ് ടേം പ്രൊജക്റ്റുകളാണെങ്കിൽ ലൈഫ് എന്ന് പറയുന്നത് മോർ ദാൻ 10 ഇയേഴ്സ് ആയിരിക്കും. 10 വർഷത്തിൽ കൂടുതലുള്ളതിനെ നമ്മൾ ലോങ് ടേം എന്ന് പറയും. മിഡ് ടേം ആണെങ്കിൽ 5 to 10 ആൻഡ് ഷോർട്ട് ടേം ആണെങ്കിൽ ലെസ് ദാൻ 5. അപ്പോൾ അതാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഡ്യൂറേഷൻ.